എടാ നായ അസ്കട്ടയ്ക്ക് നായിന്റെ മോനെ. നമസ്കാർ ദോസ്തോ. എന്റെ കൈ തരിക്കുന്നു. എവിടെ 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 ലോഡിങ് ക്ലാസിന്റെ താഴെ അപ്പൊ ഞാനിങ്ങനെ നോക്കേണ്ടിരുന്നൊക്കെ സ്റ്റാർട്ടി കിട്ടായിരുന്നു. ഇന്ന് വീണ്ടും നമ്മുടെ ഷാജഹാൻ വന്നിട്ടുണ്ട്. ഇന്നൊന്നൊരു വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിക്കാനേ ഞാൻ തയ്യാറാം നായിന്റെ മോനെ. ഇയാൾ കോളേജ് അറ്റൻഡ് ചെയ്യാൻ കണ്ണിക്ക് ഉറപ്പില്ലാത്ത ഇയാളാണോ പോയിട്ട് ബോക്സിങ്ങിന് റെഡിയാന്ന് പറയുന്നത്? കൊടുക്കാൻ വന്നിരിക്കുവാണോ എല്ലാരും കൂടെ? എന്നാ ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞത്, പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയി ഇരുന്നിട്ട് കുനിഞ്ഞങ്ങ് നിൽക്കുക. ഒരു 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. കാരണം വായിന്ന് തീട്ടമാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഒരു 200 രൂപക്കൊക്കെ ഉള്ളൂ. ഓക്കെ, മോന് പറ്റിയ പണി അതാ. ഇത് നോക്കിയ ഒരു ചെറിയ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന പോലെ അഷ്കർ നക്കി. എടാ ഉളുപ്പുണ്ടടാ, ഒന്നുമില്ലെങ്കിൽ കാള പോലെ വളർന്നിട്ടില്ലേ? ടൈം കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ചുമരിൽ പോയിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഒന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുക. അപ്പൊ കാണാൻ എത്ര വലിപ്പം വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും മലപ്പുറത്ത് ഓരോ വാണങ്ങൾ ജനിക്കുവാണല്ലോ. ഇതിനെയൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊമ്പത്ത് കയറ്റി നിർത്തുന്ന ഫോളോവേഴ്സിനെ പറഞ്ഞാൽ മതി. നാണം ഉണ്ടല്ലോ. പുതിയ പേര് ഇവൻ മറ്റേ കഴുത്തിലൊരു സാധനമൊക്കെ തൂക്കിയിട്ട് തൊപ്പിയെ കാണാൻ കാൽനട യാത്ര എന്നും പറഞ്ഞൊരു വാണത്തരം ചെയ്ത ആളല്ലേ. ഇപ്പൊ ഇവിടെ എത്തിയോ? അത് ചാൻസ് ഉണ്ട്, അതങ്ങനെ എത്താൻ ചാൻസ് ഉണ്ട്. കാരണം വാണങ്ങളെല്ലാം ഒരു കുടക്കീയിലുണ്ട് ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് എത്തും. കറക്റ്റ്. ബാക്കി ഫാൻ പേജ് അഡ്മിനോ? ആരെ? ഇതിങ്ങനെയാണ് വരിക. ലൈവ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് എന്താണ് വിളിച്ച് പറയേണ്ടത് എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല. അപ്പം എന്തെങ്കിലും പറയണല്ലോ. ഒരുത്തൻ പറഞ്ഞു കിണർ പണിക്ക് പോന്നിട്ടുണ്ട് ഇവന്റെ കൂടെ എന്ന്, മറ്റേ കണ്ണടൊക്കെ വെച്ച്. ഇത് കറക്റ്റ് കോപ്പി ഇട്ടോ. തൊപ്പിന്റെ ആ ഒരു ഫ്രെയിം കറക്റ്റ് അതേപോലെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് കളിച്ചത്. ഒരു കോമാളിനെ വേക്കിൽ നിർത്തുക, കറക്റ്റ് അതേപോലെ എല്ലാ സംഭവം അതേപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അനക്കേ ഉളുപ്പുണ്ടോ? നാറി ഉളുപ്പുണ്ടോ? ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഉണ്ടോ? ഞാൻ ആടത്തെ പണയം വെച്ചിട്ട് ഒന്നും ചെയ്യലടാ നാറി. ഈ വീഡിയോനെ മുന്നേ കൊടുക്കാല്ലാതെ അന്നെ കൂടെ എന്തിനു പറ്റൂടാ നാറി പോലത്തോനെ. ജാരടെ ഇങ്ങനെ ഞമ്മളായിട്ട് ഊക്കിച്ചിട്ട് ഞമ്മളങ്ങടെ പോകുന്ന വിചാരിച്ച് അനക്ക് തെറ്റിക്കണു മോനെ. ആസ്കർ നക്കി, പുതിയ പേര് ആസ്കർ നക്കി. ഓർമ്മ ഉണ്ടാകുമെന്നറിയില്ല, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിള്ളേരുടെ ഇടയിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളുണ്ടോ? അപ്പോൾ എന്തെങ്കിലും അവരുടെ പേരിങ്ങനെ ഓപ്പോസിറ്റ് ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് അതൊരു 3 വട്ടം വിളിച്ചിട്ട് അതങ്ങോട്ട് ഉറപ്പിക്കും. ആ ഒരു കുട്ടിത്തം മാറിയിട്ടില്ല ഷാജഹാന്. ഒന്നാമത് വിവരമില്ല, അത് പിന്നെ പോട്ടെ, അത് ജനിച്ചപ്പം മുതലേ ഇല്ലാത്തതാണ്, അത് ദൈവം കൊടുക്കുന്നതാണ്. ഒന്നാമത് വിവരമില്ല. രണ്ടാമത് ഇത്രയും കാള പോലെ ആയിട്ട് ആ കുട്ടിത്തം മാറിയിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ വിവേകമില്ല. എന്ത് എവിടെ എങ്ങനെ ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള വിവരമില്ലാത്ത, ഇൻസ്റ്റഗ്രാമിന്റെ ചരിത്രത്തിൽ തന്നെ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഏറ്റവും വേസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ, ഏറ്റവും മുതുവാണെന്ന് തന്നെ പറയാം. അതാരാണ് നക്കി കുടിക്കേണ്ടത് എന്ന് ഇപ്പം ഇവിടെയുള്ള
ആളുകൾക്കൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. കുട്ടിത്തം മാറാത്ത ആളുകളാണ് ഒന്നാമത് ഇങ്ങനെ ഊമ്പി ഇങ്ങനെ നടക്കുക. ആരെ കിട്ടണ്ടറിയോ അന്റെ ഈ മറ്റിലെ പാട്ടേക്കാൻ നിക്കില്ല നായ ഞാന് ഓഫാക്കത് ഓഫാക്കണ നായ ഓഫാക്കേ അത് ഓഫാക്കേ അസ്കർ നക്കി ചോന കിട്ടണം അസ്കർ നക്കി ചോന നക്കി പൊളിച്ചാണ്ട് നക്കി പൊളിക്കാനുണ്ട്. ഓരോ വേർഡുകൾ നിങ്ങൾ നോക്കിയേ. ഇത്രയുള്ള വിവരേ ഉള്ളൂ ഇവന്മാർക്ക്. ഇതൊരു കൂട്ടം വാണങ്ങൾ ഒരു ഫ്രെയിമിൽ നിന്നിട്ട് ഒരു കൂട്ടം വാണങ്ങൾ ഒരു കുടക്കീഴ് എന്ന് പറയൂലേ, അത് പക്ക കറക്റ്റ് സാധനം. ഇത് ഒരൊറ്റൊന്നിന് ഒരു വകക്കുള്ള വിവരമില്ല. നിങ്ങൾ നോക്കിയേ, ഒരു 5-8 എണ്ണം ഒരു റൂമിന്റെ അകത്ത് ഇങ്ങനെ നിന്ന് ക്യാമറയും സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് വാണത്തര ഇങ്ങനെ വിളമ്പുക. ഇത് തൊട്ട് മുമ്പ് കാണിച്ചതിന്റെ ശേഷമുള്ള ലൈവിലുള്ളതാണ്. ഇത് മറ്റേ സംഭവം ഡിസ്കോഡില് വീഡിയോസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ സാധാ നോർമൽ ആളുകൾ ലൈവ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാണ്ട് വേറെ വഴിയില്ല. ആദ്യമൊക്കെ ഈ വണ്ടിന്റെ വീഡിയോസ് ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്താണ് ഇയാളെ കുറിച്ച് അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഐ തിങ്ക് ആ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വണ്ടിയുമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് 99% സപ്പോർട്ടായിരിക്കും. കാരണം വണ്ടി അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. വണ്ടി മോഡിഫൈ ചെയ്യുക, ഇത് വണ്ടിന്റെ വീഡിയോസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതിന്റെ ഇടയിൽ എന്തോ പോയിട്ട് എന്തോ വാണത്തരം വിളിച്ചു പറഞ്ഞ് അതങ്ങനെ അലമ്പായി. അത് പിന്നെ ഇപ്പൊ ഇത്രയും വലിയ ഇഷ്യൂലേക്ക് എത്തി. പിന്നെ ഇവര് വിചാരിച്ചു ഡെയിലി അങ്ങോട്ട് വാണത്തരം ചെയ്യുകയെന്ന്. അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിച്ചു പൊളിക്കും ഞാന്. എനിക്ക് മുണ്ടാവില്ല. എനിക്ക് നാളെ നാളെ എന്റെ മുടിയും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ട് വന്നൊന്നും എനിക്ക് സംസാരിക്കാം. ഓക്കെ ഇതിലുണ്ട് ഇടും. ഇതെന്താ അതില്ലേ? അതൊക്കെ ആദ്യം കൊണ്ടക്കണ്ട നിങ്ങള്. 55 ആൾക്കാരുണ്ട് ഇവിടെ ശരിയാക്കാന്. ഗ്ലാസിന്റെ താഴെയുള്ള ഇയാള് അപ്പൊ ഞാനിങ്ങനെ നോക്കേണ്ടിരുന്നൊക്കെ പറഞ്ഞ ഇന്ന് വീണ്ടും അതിന്റെ ഗ്ലാസിന്റെ താഴെയുള്ള ഇയാള് അപ്പൊ ഞാനിങ്ങനെ നോക്കേണ്ടിരുന്നൊക്കെ പറഞ്ഞ തൊപ്പി അവിടുന്ന് കുറച്ച് ആട്ടി വിട്ടായിരുന്നു. ദെൻ ഇന്ന് വീണ്ടും നമ്മുടെ ഷാജഹാൻ വന്നിട്ടുണ്ട്. സ്വന്തം സൗണ്ട് തന്നെ കേൾക്കണത് ഇഷ്ടമില്ല ഇയാൾക്ക്. പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയണോ? കോൾ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ കണ്ണിക്ക് ഉറപ്പില്ലാത്ത ഇയാളാണോ പോയിട്ട് ബോക്സിങ്ങിന് റെഡിയാന്ന് പറയുന്നത്? എന്തൊരു ദുരന്തം. എടാ നായ അസ്കട്ടയ്ക്ക് നായിന്റെ മോനെ ഇജ്ജേക്കാരൻ ചിലപ്പോ ഊമ്പാൻ പഠിച്ചിട്ടുണ്ടാവോ പന്നി. അന്നെ ഊമ്പിത്തരം ഞാൻ പഠിപ്പിച്ചടാ കള്ളം നായേ പന്നി. പന്നി നായിന്റെ മോനെ നായേ. ഈ തെറി വിളിക്കുന്നത് വലിയ മാസാണോ? അതാണോ ഇയാൾ ചിന്തിച്ചിരിക്കുന്നേ? നായിന്റെ മോനെ എന്ന് വിളിക്കുന്നത് ഒരു 100 വട്ടം നായിന്റെ മോനെ എന്ന് വിളിച്ചിട്ട് റീൽ ചെയ്തിട്ടാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയത്. ഈ നായിന്റെ മോനെ എന്ന് വിളിക്കുന്നത് വലിയ എന്തോ സംഭവം. നമുക്കൊന്നും നായിന്റെ മോനെ എന്ന് വിളിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടാണോ? അല്ല, ഞാനും ഇത് തിരിച്ച് ഷാജഹാനെ നായിന്റെ മോനെ നീ ഇങ്ങോട്ട് വാടാ എന്നൊക്കെയാണ് വിളിക്കുകയെന്നുണ്ടെങ്കിൽ ഞാനും ഇയാളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഷാജഹാൻ എന്നെ നായിന്റെ മോനെ എന്ന് വിളിച്ചു, ഞാൻ തിരിച്ച് വേറൊരു വീഡിയോ ഉണ്ടാക്കി ഷാജഹാനെ നായിന്റെ മോനെ എന്ന് വിളിച്ചു. അപ്പം ഞാനും ഷാജഹാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് തെറി വിളിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല. ഷാജഹാൻ മനസ്സിലാക്കണം, തെറി വിളിക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല. ഇത് ഈ നായിന്റെ മോനെ, പന്നി, ഇതൊക്കെ വിളിക്കുന്ന പറഞ്ഞാൽ ഒരു തരത്തിലുള്ള നിലവാരവും ഇല്ലാത്ത ഒരു പരിപാടിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് റിയാക്ട് ചെയ്തിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവരെ പോയിട്ട് നായിന്റെ മോനെ നീ എന്താക്കൂടാ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, നീ എന്ത് ചെയ്യും, പന്നി, നായിന്റെ മോനെ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പിള്ളേരുടെ സ്വഭാവം ഇങ്ങോട്ട് മാറി വന്നിട്ടില്ല. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതങ്ങനെ കിടക്കും, നന്നാവൊന്നുമില്ല.
എന്റെ മോനെ ജിന്നെ ഊമ്പിച്ച് കാണിച്ചൊരു എന്തേ അന്നെ ഊമ്പിത്രം പഠിച്ചു പഠിപ്പിച്ചൂലേ അടുത്തവിടെ അസ്കർ ടക്കരയുടെ നായിന്റെ മോനെ അസ്കർ നക്കി തിന്ന നക്കിക്കോ ഏതത് അസ്കറിന്റെ ലക്കി പഠിച്ചാന ആ ഫുള്ള് കഴിഞ്ഞോ എന്റെ മറ്റേ ഫുള്ള് കഴിഞ്ഞോ ഒന്നൊട്ടുന്നുള്ളത് ആ അതിട്ടാ എവിടേക്ക് ചോറ് മാറ്റണ്ടേ ഒരു പ്രശ്നങ്ങൾ വരും മനസ്സിലാവും ഒരു ബോക്സിംഗ് മാച്ചോ ഷാജാന്റെ ആഗ്രഹം നമുക്ക് തീർത്തു കൊടുക്കാം കേരളത്തിലെ എവിടെ മാണെങ്കിലും കളം വരച്ചണം നായിന്റെ മോനെ ആ വെല്ലുവിളിയൊക്കെ നമ്മള് കൊറേ കഴിഞ്ഞാണ് ഇടക്കിടക്ക് വന്നിട്ട് എടാ നായിന്റെ മോനെ അസ്കർ നക്കി നായിന്റെ മോനെ 55 വട്ടം വിളിക്കണം നായിന്റെ മോനെ ഞാൻ എന്താടാ പന്നി കൊച്ച മോന്തിയും വെച്ചിട്ട് ആർക്കിട്ടടാ നായിന്റെ മോനെ ജൂതാൻ വരുന്നേ ഒന്ന് പോടാ ആർക്കിട്ടടാ നീ ഊതാൻ വരുന്നേ നിന്റെ ഒരു ഒലക്കമല മീശയും ആൺകുട്ടികളെ മീശ ഇങ്ങനെ പിരിച്ചു പാടാ നീ ആണാന്ന് പറയും എന്റെ പൊന്നു പോത്തെ എന്റെ ഉപ്പാന്റെ പ്രായണ്ട് കണ്ടിട്ട് ഇയാൾക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇയാള് ജനിച്ചപ്പം മുതലേ മീശയായിട്ട് ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതാണോ? മീശ എല്ലാവർക്കും ഇങ്ങനെ മുളച്ചിങ്ങനെ വരുന്ന ഒരു സാധനമല്ലേ കുറച്ച് വയസ്സ് കഴിയുമ്പോ അല്ലേ? എന്താ പറയുന്നത്? ലോജിക്ക് ഇല്ലാത്ത എന്തോ പറയുന്നേ. ആൺകുട്ടികളെ മീശ ഇങ്ങനെ പിരിച്ചു പാടാ നീ ആണാന്ന് പറയും. ആൺകുട്ടിയിലായാല മീശ പിരിച്ച് ബാടാ ആനാന്ന് പറയുന്നത് എന്ത്? പറയുന്ന കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം. എന്താ പറഞ്ഞേ? നിന്റെ ഒരു ഒലക്കമല മീശയും ആൺകുട്ടികളെ മീശ ഇങ്ങനെ പിരിച്ചു പാടാ നീ ആണാന്ന് പറയും കേട്ടോ. ഒരു 2 ബ്രാഹ്മ മീശയും വെച്ചിട്ട് നീ അങ്ങോട്ട് ഒലത്തും. ഒരടിക്ക് തികയോടാ നീ നാറി, ഒറ്റടിക്ക് തികയോടാ നാറി നീ. എനിക്കിട്ടാ നീ ഊതാൻ വരുന്നേ. ഇയാളെന്തിനാ ചൂടാവുന്നേ? ഇത്രേ ഉള്ളൂ സംഭവം. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും റിയാക്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാല് ലൈവില് വന്ന് നായിന്റെ മോനെ നീ ആരാ, നായിന്റെ മോനെ പന്നി, ഒറ്റ അടിക്ക് തികയില്ല നീ. ഇതൊരു 19 വർഷം മുമ്പേ ഉള്ള ഡയലോഗാ ഷാജഹാനെ. വേറെന്തെങ്കിലും പറഞ്ഞ് ലോജിക്കുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് വാ. മനസ്സിലായില്ലേ? കുട്ടിത്തം മാറ്റാൻ സമയമായിട്ടുണ്ട്. കാള പോലെ വളർന്നിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ചുമരിൽ പോയിട്ട് നടന്നു നോക്ക് എത്ര വലിപ്പമുണ്ട് എന്നുള്ളത്. ഒന്നുമില്ലെങ്കിൽ കുടുംബവും മക്കളായിട്ട് ജീവിക്കുന്നതല്ലേ. ഇവർക്ക് നാളെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കളിയാക്കലുകൾ അനുഭവപ്പെടുമ്പോൾ അത് വീട്ടിൽ വന്ന് പറയുമ്പോൾ ഷാജഹാന് മനസ്സിലാവും ഇതിന്റെ എത്രത്തോളം എഫക്റ്റ് ഉണ്ട് ഈ സാധനത്തിന്. അതുപോലെ തന്നെ തൊട്ട് ബാക്കിലിരിക്കുന്ന ആ കണ്ണടട്ട ഒരു പൊട്ടൻ ഉണ്ടായിരുന്നു, തൊപ്പിന്റെ ലൈവിൽ പോയിട്ട് അവിടെ നാട്ടി വിട്ടെ. അവനോട് ഇത് തന്നെയാണ് തൊപ്പി അവിടെ നിന്ന് ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ കാള പോലെ വളർന്നിട്ടുള്ള 2 പേരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് കുട്ടികളുള്ളതാണ്, അവർ സ്കൂളിൽ പോകുന്നതാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് നിന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കളിയാക്കലുകൾ അനുഭവപ്പെട്ടിട്ട് അത് നിങ്ങളുടെ അടുത്ത് വീട്ടിൽ വന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് 2 പേർക്കും വിവരമില്ല. ഈ സംഭവങ്ങളൊക്കെ കോമൺ സെൻസ് ആണ്. നമുക്ക് കുട്ടികളുള്ളതാണ്. കുട്ടികൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് കളിയാക്കലുകൾ അനുഭവപ്പെട്ടേക്ക് അതൊക്കെ ചിന്തിക്കാവുന്ന സംഭവമുള്ളൂ. ഇത് ഒരാൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓരോ ദിവസം കഴിയും തോറും ഓരോ വാണങ്ങൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന റീലുകൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളോടാണ് പറയേണ്ടത്, നിങ്ങൾക്ക് വിവരമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര ശൈലി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. അല്ലാതെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ ബാണങ്ങളാവരുത്. കാരണം ഭാവിയിൽ നിങ്ങളുടെ പിള്ളേർക്കും നിങ്ങളുടെ ഫാമിലിക്കും വരെ ഇത് ഒരു വലിയ ഇഷ്യൂ ആവും. കാരണം സോഷ്യൽ മീഡിയയിൽ കയറിപ്പോയ സാധനങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അത് ഒരുപാട് അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി പോയിട്ടുണ്ടാവും. പല ആളുകളും അത് റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അത് ഒരു 10 വർഷമല്ല 20 വർഷമല്ല 30 വർഷം കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. പിള്ളേരുടെ പിള്ളേരെ അത് അങ്ങനെ പോകുന്ന സമയത്ത് അത് അവിടെ അങ്ങനെ കിടക്കും. ഇപ്പൊ തന്നെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴും ആളുകൾ
എത്ര നന്നായി കഴിഞ്ഞാലും ആളുകൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവരെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. കാണാം. ഇതുപോലെ നിങ്ങൾക്കൊരു 10 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ അന്ന് ചെയ്തു വെച്ചത് ഇത്രയും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു, അത് ചെയ്യേണ്ടില്ലായിരുന്നു എന്ന്. ഓക്കെ, എനിക്ക് എന്തായാലും ഇതൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക. വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ സൂക്ഷിക്കാൻ. നിങ്ങൾക്ക് ഫാമിലിയും മക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നതാണ്. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഫാമിലിയായി മക്കളായി അങ്ങനെ മുന്നോട്ട് പോകാനുള്ളതാണ്. അവർക്ക് ബുദ്ധിമുട്ടാവരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.